കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ടെർബോ ജോസേട്ടൻ വരാനായിട്ട് പോവുകയാണ് മക്കളെ. യെസ്, ടെർബോ ജോസേട്ടൻ അഗയ ടെർബോ, നമ്മുടെ ഇക്കയുടെ മമ്മൂക്കയുടെ ടെർബോ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു ഇടുക്കിക്കാരനാണ്. ഇടുക്കിക്കാരൻ എന്നുള്ളവര് ഇദ്ദേഹം ഒരു പക്ക മാസ് ഫിഗർ ആണോ അതോ നമ്മൾ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മാസാണോ ഡ്രാമയാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഒപ്പം തന്നെ ടീസറിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായിട്ടുള്ള കൂലി എന്ന് പറയുന്ന സിനിമ, ലോകേഷ് കനകരാജിന്റെ LCU സിനിമയല്ല എന്ന് പറയപ്പെടുന്ന കൂലി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ, ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ കണ്ടതിനായിരുന്നു. നമ്മൾ അതിനെ കുറിച്ചുള്ള ഹിഡൻ ഡീറ്റെയിലുകളും ഡീകോഡിംഗ് ഒക്കെ നമ്മൾ ചെയ്തതിനായിരുന്നു. കൂലി സിനിമയുടെ ഈ ഒരു സോങ് കേൾക്കുന്ന സമയത്ത്, കൂലി സിനിമയുടെ ടീസർ കാണുന്ന സമയത്ത്, ഫസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഷോട്ട് കാണുന്ന സമയത്ത് ഇത് എവിടെയോ കേട്ട് മറന്നേക്കുന്ന പോലെ അന്നേ തന്നെ ഫീൽ ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയത്. ഇതും യഥാർത്ഥത്തിൽ ലോകേഷ് കനകരാജ് ഒരു വിന്റേജ് സോങ്ങിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സീക്വൻസ് കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആക്ച്വലി ഇവിടെ രജനികാന്ത് ചൂളം കുത്തുന്ന ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈ ഒരു മ്യൂസിക് ആണ്. ഇതിൽ നിന്നാണ് ഈ ഒരു മ്യൂസിക് ഇതെടുത്തേക്കുന്നത്. എനിവേസ്, ലോകേഷ് കനകരാജിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്, 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ സോങ് ഡിസ്കോ എന്ന് പറയുന്ന സോങ് ഇളയരാജ കമ്പോസ് ചെയ്തേക്കുന്ന സോങ് തന്നെയാണ്. ഇളയരാജയുടെ കമ്പോസിഷൻസ് മുമ്പ് ലോകേഷ് കനകരാജ് അദ്ദേഹത്തിന് പല സിനിമകളിൽ പ്ലേസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടേക്കുന്നതാണ്. ഇപ്പോൾ വിക്രം സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സിനിമകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഈ പാട്ട് കൊണ്ടുവരാനായിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത്, ഡിസ്കോ എന്ന് പറയുന്ന പാട്ട് കൊണ്ടുവരാനായിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ലോകേഷ് കനകരാജിനെതിരെ ഒരു നോട്ടീസ് ഇപ്പോൾ ഇളയരാജ അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സോങ് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എനിവേസ്, പാട്ട് റിമൂവ് ചെയ്യോ ഇല്ല എന്നുള്ളൊരു കാര്യം അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഡിസ്കോ എന്ന് പറയുന്ന ഒരു പാട്ട് അനിരുദ്ധിന്റെ ഒരു മ്യൂസിക്കിൽ വന്നേക്കുന്ന സമയത്ത് ഓൾറെഡി ആ പാട്ട് അടിപൊളി തന്നെയാണ്. പക്ഷെ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വന്നേക്കുന്ന സമയത്ത് ആ ബീജ് എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ വേറെ ലെവലാണ്. ഞാൻ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന സമയത്താണ് ആ പാട്ടിന്റെ ഒരു വൈബ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയ ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയാണ്. നമുക്കറിയാം, രജനികാന്ത് സിനിമ എന്ന് മാത്രമല്ല മിക്ക തമിഴ് സിനിമകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ ക്യാമിയോകൾ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പൊ ജയിലർ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് മോഹൻലാൽ വന്നായിരുന്നു. അതുപോലെ തന്നെ കന്നഡയിൽ നിന്ന് ശിവരാജ് കുമാർ വന്നായിരുന്നു. ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഒരു ആട്ടം തന്നെയായിരുന്നു ഹുക്കും എന്ന് പറയുന്ന ഒരു ബീജത്തോട് കൂടിയിട്ട് ജയിലർ എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു ആട്ടം എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഒരു അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന്റെ ആയിരുന്നു. ജയിലർ സിനിമയ്ക്കകത്ത് 3 പേരാണ് വന്നേക്കണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന കൂലിയുടെ അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്നത് 6 പേരാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തലൈവർ ഓഫ് കോഴ്സ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് സിനിമയുടെ നായകനാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹത്തെ കൂടാണ്ട് മറ്റ് 5 സൂപ്പർ സ്റ്റാറുകൾ കൂടി ഈ സിനിമയ്ക്കകത്ത് വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ കോൾ ഷീറ്റുകളും മറ്റൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ കിട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകേഷ് കനകരാജിന്റെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് സ്റ്റാർസിനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് നല്ലൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ട്. റോളക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ദില്ലി ആണെങ്കിലും എല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഹീറോ ആണ്. അപ്പൊ ആ തരത്തിൽ നോക്കുന്ന സമയത്ത് കൂലി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് എന്താണ് ഈ 5 സൂപ്പർ സ്റ്റാർസിനെ കൊടുക്കാൻ പോകുന്ന ഒരു സംഭവം? ആരൊക്കെ ആയിരിക്കും നായകന്മാർ, ആരൊക്കെ ആയിരിക്കും വില്ലന്മാർ എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ടെർബോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇറങ്ങാൻ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഹൈലി എക്സ്പെക്ടഡ് ആയിട്ട് നിൽക്കുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മുൻപന്തി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് മമ്മൂക്ക നായകനായിട്ടുള്ള ടെർബോ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക മാസ് ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള സിനിമ തന്നെയായിരിക്കും ഒരു കാര്യം തന്നെയാണ് മുമ്പേ തന്നെ വന്നിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ച് വന്നിരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് മാസ് പ്ലസ് ഒരു ഫൺ ആയിട്ടുള്ള സിനിമ തന്നെയായിരിക്കും ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സിനിമയെ കുറിച്ചുള്ള ചെറിയൊരു സിനോപ്സിസ് വായിക്കുന്ന സമയത്ത് തന്നെ ഈ സിനിമയുടെ ട്രാക്ക് എന്ന് പറയുന്നത് ടോട്ടലി അങ്ങ് മാറിപ്പോയോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ, വേറൊരു ടോണിലോട്ടാണ്, വേറൊരു മോഡിലോട്ടാണ് ഈ സിനിമ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ സിനിമയെ കുറിച്ച്, ടെർബോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനോപ്സിസ് വന്നിട്ടുണ്ട്. ടെർബോ സിനിമയുടെ സിനോപ്സിസ് നമ്മൾ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജോസ് എ ജീപ്പ് ഡ്രൈവർ ഫ്രം ഇടുക്കി ഗോസ് ടു ചെന്നൈ to uncover the truth behind a major banking scandal that tragically claimed the life of his close friend Jerry. അതായത് ഈ ജോസ് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന ഒരു ജീപ്പ് ഡ്രൈവർ ആണ്. ജോസ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ജോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ജീപ്പ് ഡ്രൈവർ ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇദ്ദേഹം ഇടുക്കിയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന ഒരു യാത്രയും അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും ഒരു ബാങ്ക് സ്കാൻഡലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന, അതായത് ഒരു ബാങ്കിൽ നടക്കുന്ന ഒരു കൊള്ളത്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന
അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ നടക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ക മാസ് ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു അച്ചായൻ സ്റ്റൈൽ വൈബൊക്കെ ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ കണ്ടിട്ട് അങ്ങനെയല്ല, വേറൊരു മോഡിലോട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ സിനിമയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഈ സിനിമയുടെ ടീസറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഓൾറെഡി ഈ മാസം 1-ാം തീയതി ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ 30-ാം തീയതി കഴിഞ്ഞ മാസം 30-ാം തീയതി ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. ഈ സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു ആക്ച്വലി. പക്ഷേ ഈ മാസം 1-ാം തീയതി സിനിമയുടെ ടീസർ വരുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ വന്നായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ടീസർ കട്ട് കംപ്ലീറ്റ് ആയെന്നുള്ളൊരു വാർത്തകൾ നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഈ സിനിമയുടെ ടീസർ കട്ടിന്റെ ഒരു ഇമേജ് ആണ് കൂടെ കാണാൻ വരുന്നത്. വലിയൊരു ടീസർ കട്ടിനെയാണ്, ഒരു അടിപൊളി ടീസർ കട്ടെന്ന് ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ടെർബോയുടെ ഒരു ടീസർ കട്ടിന്റെ ഇമേജ് ഇവിടെ കാണാൻ വരുന്നത്. എനിവേസ് ടീസർ കട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം, ഒരു ടീസർ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി ഈ സിനിമയെ കുറിച്ചുള്ള ഒരു ചെറിയ ലീക്ക് മുമ്പേ തന്നെ വന്നായിരുന്നു. ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന ടീസറിനകത്ത് വരാൻ പോകുന്ന ഒരു ലീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീസർ മുമ്പേ തന്നെ ഇന്റർനെറ്റിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയുടെ സെക്കൻഡ് ഹാഫിലൂടെ നമ്മൾ കിടക്കുന്ന സമയത്ത്, അതായത് മലയാള സിനിമയുടെ ആദ്യത്തെ 6 മാസത്തോളം നമ്മൾ എത്തി, രണ്ടാമത്തെ ഒരു സെറ്റിലോട്ട് നമ്മൾ കടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന സിനിമകൾ എന്ന് പറയുന്നത് പഴയ പോലെ നല്ല റിസപ്ഷനുള്ള സിനിമകളാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടി വരും. നിവിൻ പോളി നായകനായിട്ടുള്ള മലയാളി ഫ്രം ഇന്ത്യ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഉദ്ദേശം 80 ദിവസത്തിനുള്ളിൽ തീർക്കാനായിട്ട് നിന്നിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് 120 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഷൂട്ട് ചെയ്ത് തീർത്തായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പാളിച്ചുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. ഒരു പക്ക എന്റർടൈനർ ആയിട്ടുള്ള ഒരു പടമല്ല. ഞാൻ മുമ്പേ തന്നെ റിവ്യൂ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്ന് പറയുന്ന ഒരു പക്ക എന്റർടൈനർ അല്ല. പക്ഷേ എന്ന് വെച്ച് വളരെ മോശമായിട്ടുള്ള സിനിമയല്ല. എന്റർടൈൻമെന്റ് വിത്ത് പൊളിറ്റിക്സ് കൂടി ചേർത്ത് വിട്ടേക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് ഇത് വേറൊരു ട്രാക്കിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഡ്രോപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 3 കോടി രൂപയുടെ അടുത്തായിരുന്നു. ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് 3 കോടി രൂപയുടെ അടുത്തായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ 2 ദിവസം ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുവരെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വെറും 8.26 കോടി രൂപയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് പഴയ പോലെ തന്നെ ഇവന്റെ ഒരു തിരിച്ചുവരവാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് റെസ്പോൺസ് ഉള്ള കാരണം തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് വെറും ആവറേജ് ആയിട്ട് പോയി കാണുന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഇന്നിറങ്ങിയിരിക്കുന്ന നടിഗർ എന്ന് പറയുന്ന സിനിമ, ടൊവിനോ തോമസ് നായകനായിട്ടുള്ള നടിഗർ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, റിവ്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ വീക്ക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്നൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒപ്പം തന്നെ ഈ സിനിമയിലുള്ള അഭിനയമാണെങ്കിലും ഒരു ആവറേജ് ആണെന്നുള്ള ഒരു റിസപ്ഷൻ തന്നെയാണ് ഇതുവരെ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്നത്. സിനിമയുടെ ഒരു റിസപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഓവറോൾ ഒരു ബിലോ ആവറേജ് സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന ഒരു റിസപ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ചുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ മറ്റൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു കളക്ഷൻ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലോട്ട് എത്തോ എന്നുള്ളൊരു കാര്യം നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഫസ്റ്റ് ഡേ തന്നെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ടൊവിനോ തോമസ് നായകനായിട്ടുള്ള നടിഗർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചേക്കുന്നത്.